നമ്മുടെ വിനോദസഞ്ചാരം, അതായത് ഈ പിൽഗ്രിമേജ് ടൂറിസം, തീർത്ഥാടന ടൂറിസം, ഇന്ത്യയിലും കേരളത്തിലും തീർത്ഥാടന ടൂറിസത്തിന് വലിയ സാധ്യതയുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഗുരുവായൂരിലും അതുപോലെ ശബരിമലയിലും പിൽഗ്രിമേജ് ടൂറിസം വഴി ഒരുപാട് ആളുകളെ നമുക്ക് ആകർഷിക്കാൻ കഴിയും. കാര്യം ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് എത്ര ലക്ഷം ആളുകളാണ് ശബരിമല എത്തുന്നത്, അതുപോലെ ഗുരുവായൂരിലെത്തുന്ന ഭക്തജനങ്ങൾ. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും ആളുകൾ ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും നമ്മൾ ഒരുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതൊരു ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ കഴിയൂ. ക്ഷേത്രങ്ങളും നിരവധി മറ്റ് ആരാധനാലയങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്നു. അപ്പോൾ പിൽഗ്രിമേജ് ടൂറിസത്തിലേക്കാണ് നമ്മളിനി കണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഒരു ചെറിയ പാക്കേജ്, ഒരു സ്റ്റോറി പ്രേക്ഷകർക്കായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. എന്താണ് കേരളത്തിലും ഇന്ത്യയിലും പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ, തീർത്ഥാടന ടൂറിസത്തിൻ്റെ സാധ്യത? ഈ സ്റ്റോറി ശ്രദ്ധിക്കൂ. ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിൽ 60% തീർത്ഥാടന ടൂറിസമാണ്. 2022 തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് 1.34 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ നേടിയത്. കേരളത്തിൽ ശബരിമലയാണ് തീർത്ഥാടന ടൂറിസത്തിൽ 1ാം സ്ഥാനത്ത്. 3 കോടിയോളം തീർത്ഥാടകരാണ് പ്രതിവർഷം ശബരിമലയിലെത്തുന്നത്. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരിൽ ചെറിയൊരു വിഭാഗത്തെ കേരളത്തിൽ തന്നെ തുടരാനും മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടി സന്ദർശിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് കേരളത്തിന് കൂടുതൽ വരുമാനം ലഭിക്കും. അതിനുള്ള സാധ്യതകളാണ് കേരള സർക്കാർ ഇപ്പോൾ ആരായുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ, മുസ്ലിം ആരാധനാലയങ്ങളും തീർത്ഥാടന ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുകയാണെങ്കിൽ ആഭ്യന്തര ടൂറിസം വരുമാനത്തിൽ വലിയ വർധനയുണ്ടായേക്കും. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഭരണങ്ങാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം, ഫോർട്ട് കൊച്ചി സെയിന്റ് ഫ്രാൻസിസ് പള്ളി, ഇടപ്പള്ളി സെയിന്റ് ജോർജ് പള്ളി, പാലാ സെയിന്റ് തോമസ് കത്തീഡ്രൽ, പരുമലപ്പള്ളി, കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്, തിരുവനന്തപുരം ഭീമാപ്പള്ളി, കൊണ്ടോട്ടിപ്പള്ളി തുടങ്ങി തീർത്ഥാടന ടൂറിസത്തിന് തഴച്ചു വളരാനാകുന്ന മണ്ണാണ് കേരളത്തിന്റേത്. പ്രതിവർഷം 70,000 മുതൽ 1 കോടി തീർത്ഥാടകർ വരെ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ പരിമിതമായ സൗകര്യങ്ങളാണ് ഗുരുവായൂർ പട്ടണത്തിലുള്ളത്. തീർത്ഥാടന ടൂറിസം വികസിക്കണമെങ്കിൽ ആരാധനാലയങ്ങളുടെ പരിസരത്ത് അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ നടക്കണം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.